നമസ്കാരം. തിരുവമ്പാടി പുന്നക്കലിൽ ആളില്ലാത്ത വീട്ടിൽ കയറി 3.5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ മോഷ്ടിച്ച കുറ്റവാളികളിലേക്ക് പോലീസ് എത്തിയത് എങ്ങനെയെന്നത് തികച്ചും രസകരമാണ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് തിരുവമ്പാടിക്കടുത്ത പുന്നക്കൽ വഴിക്കടവിൽ താമസിക്കുന്ന നോയലിന്റെ വീട്ടിൽ 5 അംഗ മോഷ്ടാക്കളുടെ സംഘം എത്തുന്നത്. ആ സമയത്ത് നോയലും കുടുംബവും വീട്ടിൽ ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയ മോഷ്ടാക്കളുടെ സംഘത്തിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ സംഘം ഇത് കാര്യം തിരിച്ചറിഞ്ഞ് CCTV എല്ലാം തിരിച്ചു വച്ചാണ് മോഷണം നടത്തിയത്. ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം വിലയുള്ള DSLR ക്യാമറയും 2.5 പവനോളം സ്വർണവുമാണ് ഈ മോഷ്ടാക്കൾ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നോയലും സംഘവും തിരിച്ചെത്തിയപ്പോഴാണ് ഇങ്ങനെ മോഷണം നടന്ന കാര്യം അറിഞ്ഞത്. എന്നാൽ 2 ദിവസത്തിനകം തന്നെ പ്രതികളെക്കുറിച്ച് വളരെ കൃത്യമായ സൂചന പോലീസിന് ലഭിക്കുകയും ചെയ്തു. അതെങ്ങനെ എന്നുള്ളതാണ് തികച്ചും രസകരമായ കാര്യം. ഈ മോഷ്ടാക്കളുടെ സംഘം വീട്ടിലെത്തി രാത്രി സമയത്ത് CCTV എല്ലാം തിരിച്ചു വെക്കാനുള്ള ഒരു കരുതൽ അവർ കാണിച്ചിരുന്നു. പക്ഷേ ഈ CCTV ശബ്ദം എടുക്കും എന്നുള്ള കാര്യം ഈ മോഷ്ടാക്കൾ മറന്നുപോയി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവർ തമ്മിൽ ഈ ആളുകളുടെ പേരും സ്വദേശവും എല്ലാം വിളിച്ചു പറയുന്നത് CCTVയിൽ പതിയുകയും ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന് ഇവരെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അമ്പായത്തോട് സ്വദേശിയായ ഒരു യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ പോലീസിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും വളരെ പെർഫെക്റ്റായി CCTV എല്ലാം മറച്ചു വെച്ചുകൊണ്ട് മോഷണം പ്ലാൻ ചെയ്തതായിരുന്നു 5 അംഗ സംഘം. പക്ഷേ CCTVക്ക് ചുവട്ടിൽ നിന്നുകൊണ്ട് സ്വന്തം പേര് വിളിച്ചു പറയരുത് എന്നുള്ള കാര്യം മറന്നുപോയി. ആ കാര്യം അവർ മറന്നുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിൽ തിരുവമ്പാടി പോലീസിന് കാര്യങ്ങൾ എളുപ്പമാവുകയും 2 ദിവസം കൊണ്ട് തന്നെ മോഷ്ടാക്കളെല്ലാം അഴിക്കുള്ളിലേക്ക് ആവാൻ വേണ്ടി പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുതന്നെയായാലും അമ്പായത്തോട് സ്വദേശിയായ ഒരു യുവാവിനെയാണ് ഇപ്പോൾ പോലീസ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇയാൾ പോലീസിന്റെ പിടിയിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന ഒരു സൂചന. പക്ഷേ ഇക്കാര്യം പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. CCTVയിൽ നിന്ന് കേട്ട ശബ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ തിരിച്ചറിഞ്ഞത് എന്നുള്ള കാര്യം പോലീസ് വൃത്തങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്നുണ്ട്. മറ്റ് 4 പേരും നിലവിൽ ഒളിവിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തിരിച്ചറിയപ്പെട്ടിട്ടുള്ള പ്രതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവരിലേക്ക് കൂടി അധികം വൈകാതെ തന്നെ എത്തിപ്പെടാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തുതന്നെയായാലും വളരെ ബുദ്ധിമാന്മാരായ കള്ളന്മാർ ഇത്തരത്തിൽ CCTV എവിടെയാണുള്ളതെന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അത് ഒരു വശത്തേക്ക് ചെരിച്ചു വെക്കാനൊക്കെയുള്ള ബുദ്ധി അവർ കാണിച്ചു. പക്ഷേ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ചെറിയ പിഴവ് അവർക്ക് തന്നെ വിനയായി തീർന്നൊരു കാഴ്ചയാണ് കോഴിക്കോട് തിരുവമ്പാടിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്.